അവർക്ക് മര്യാദയ്ക്ക് ഈ ഷോ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ എനിക്കത് കഴിയും. ഇന്ത്യ മുന്നണി ഒന്നിച്ചുള്ള തിരഞ്ഞെടുപ്പ് നേരിടലിൽ സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിലും വഴിപിരിഞ്ഞ് സഞ്ചരിച്ച സൗഹൃദ മത്സരങ്ങൾക്ക് ഇടയിൽ കാലിടറി വീഴുമ്പോൾ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. കോൺഗ്രസിനോടുള്ള എതിർപ്പ് വീണ്ടും പ്രതിപക്ഷ പാർട്ടികളുടെ മനസ്സ് ഭരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് കോൺഗ്രസ് നിൽക്കുന്നത് കൊണ്ട് ഒരു മെച്ചവും ഉണ്ടാകുന്നില്ലെന്ന അവസാനം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായതോടെയാണ് തലപ്പത്ത് കോൺഗ്രസിനപ്പുറം ഒരാൾ എന്ന ചർച്ച വീണ്ടും സജീവമായത്. കാരണക്കാരിയായത് ബംഗാളിലെ ദീദിയും. കഴിഞ്ഞയാഴ്ച ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവർത്തനത്തിൽ മമതാ ബാനർജി അതൃപ്തി പ്രകടിപ്പിക്കുകയും അവസരം ലഭിച്ചാൽ സഖ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ താൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് സൂചന നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റ് ഇന്ത്യ കക്ഷികളും മമതയുടെ നേതൃത്വത്തെക്കുറിച്ച് പരസ്യ പ്രതികരണം നടത്തി കോൺഗ്രസിനെ വശം കെടുത്തുന്നുണ്ട്. കോൺഗ്രസിന് വൃത്തിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ തനിക്ക് അത് കഴിയുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് പരാജയങ്ങളാൽ തളർന്ന കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് കടുത്ത ചോദ്യം ചെയ്യലാണ് നേരിടുന്നത്. കാലങ്ങളായി പിന്തുണച്ച ഒപ്പമുണ്ടായിരുന്നവർ പോലും മമതാ ബാനർജിയുടെ ശക്തമായ പ്രതികരണത്തിൽ ഉലഞ്ഞ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങി. അതിൽ പ്രധാനി RJDയുടെ ലാലു പ്രസാദ് യാദവ് ആണ്. ഈ കാലഘട്ടത്തിൽ എന്നും കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും അതിയായ സ്നേഹവും മമതയും കാണിച്ചിരുന്ന ലാലു പ്രസാദ് യാദവാണ് മമതയുടെ പ്രതികരണത്തെ സ്വാഗതം ചെയ്ത പ്രമുഖരിൽ പ്രധാനി. പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാനുള്ള മമതാ ബാനർജിയുടെ താല്പര്യത്തെ നല്ല തമാശ എന്ന് പറഞ്ഞ് തള്ളിയ കോൺഗ്രസിന് ഒരു പ്രഹരമായിരുന്നു ലാലുവിന്റെ കൈവിട്ടുകളയൽ. മമതയുടെ ആവശ്യത്തിൽ തെറ്റില്ലെന്നും ഒരവസരം അവർക്ക് നൽകേണ്ടതാണെന്നും തങ്ങൾ അതിന് എതിരല്ലെന്നുമാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്. ഇതിനൊപ്പം തന്നെ കോൺഗ്രസ് ഇതിനെ എതിർത്താലോ എന്ന ചോദ്യത്തിന് അതിലൊന്നും വലിയ കാര്യമില്ലെന്നും മമതയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ ചുമതല കൊടുക്കലാണ് വേണ്ടതെന്നും കൂട്ടിച്ചേർക്കാൻ ലാലു മടിച്ചില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിച്ച് കനത്ത പരാജയം നേരിടേണ്ടി വന്ന NCP ശരത് പവാർ വിഭാഗവും കോൺഗ്രസിനെ ആദ്യം തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കുത്തിനോവിക്കാൻ പാകത്തിനായിരുന്നു ശരത് പവാറിന്റെ പ്രതികരണം. അവർ ഒരു മികച്ച കഴിവുള്ള നേതാവാണ്, അതിനാൽ തന്നെ ഈ ആവശ്യം ഉന്നയിക്കാനുള്ള അർഹത അവർക്കുണ്ട്. രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് തങ്ങൾ കണ്ടിരുന്നില്ലെന്ന നിലപാടാണ് മറ്റൊരു സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയുടേത്. നിലവിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അഖിലേഷ് യാദവിന്റെ പാർട്ടി MP രാംഗോപാൽ യാദവ് തള്ളിക്കളഞ്ഞത്. ഇന്ത്യ മുന്നണി നിലനിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പക്ഷേ SP നേതാവ് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും ഇന്ത്യ മുന്നണി രൂപീകരണ സമയത്ത് പ്രതിപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന നിതീഷ് കുമാറും പ്രതിപക്ഷ മുന്നണിയുടെ തലപ്പത്തിരിക്കാൻ ആഗ്രഹിച്ചവരാണ്. നിതീഷ് ഇടയിൽ ചാടിപ്പോയി BJPക്ക് കൈകൊടുത്ത ബീഹാറിൽ ഭരണം കാത്തു. പക്ഷേ BJPയേക്കാൾ MLA മാർ കുറഞ്ഞ സാഹചര്യത്തിലാണ് ബീഹാറിൽ നിതീഷിന്റെ JDUവിന്റെ നിലനിൽപ്പ്. തൃണമൂലാകട്ടെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് ഒപ്പം മത്സരിക്കാൻ പോലും തയ്യാറാവാതെ സംസ്ഥാനത്തിന് പുറത്തു മാത്രമാണ് ഇന്ത്യ മുന്നണി കക്ഷിയായി നിന്നത്. ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP ആദർശം തന്നെയാണ് പല ഘട്ടത്തിലും മമതയും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ BJPയെ ശക്തമായി ബംഗാളിൽ പ്രതിരോധിച്ച മമതയുടെ കോൺഗ്രസ് വിരോധത്തെക്കാൾ BJP വിരോധം ഇന്ത്യ മുന്നണിയിൽ അവരെ സഖ്യകക്ഷികൾക്കിടയിൽ സ്വീകാര്യയാക്കുന്നുണ്ട്. ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് ഗാന്ധി കുടുംബത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും ഉറച്ചുനിന്ന നേതാവായിട്ട് പോലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസിന്റെ മോശം പ്രകടനം അദ്ദേഹത്തെ പോലും ചൊടിപ്പിച്ചിട്ടുണ്ട്. സഖ്യത്തിന്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കാൻ വേണ്ടി മമതയ്ക്ക് വേണ്ടി ഇന്ത്യ ബ്ലോക്ക് നേതാക്കൾ ശബ്ദമുയർത്തി തുടങ്ങിയപ്പോൾ ലാലുവും ഒപ്പം ചേർന്നത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട്. BJPയുമായി നേരിട്ടുള്ള മത്സരത്തിൽ സ്വയം തെളിയിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തത് പാർട്ടിയുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമല്ല സഖ്യകക്ഷികൾക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ കാര്യപ്രാപ്തിയില്ലായ്മ തങ്ങളുടെ മുന്നണിക്ക് ദോഷം വരുത്തുന്നുവെന്നത് ഘടകകക്ഷികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കയായിട്ട് നാള് കുറച്ചായി. ഇവിടെയാണ് ബംഗാളിൽ നേർക്കുനേർ നിന്ന BJPയെയും കോൺഗ്രസ് സഖ്യത്തെയും വീഴ്ത്തിയ മമതാ ബാനർജി താൻ ഈ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് പറഞ്ഞ് സധൈര്യം മുന്നോട്ട് വരുന്നത്. ആ പോരാട്ട വീര്യം വീണ്ടും പടയൊരുക്കാൻ മുന്നണിയിലെ കക്ഷികളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. മമതയ്ക്കുള്ള പിന്തുണയ്ക്ക് പിന്നിലെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ തളർച്ചയും കിതപ്പും കണ്ടുകൊണ്ടുള്ള സ്വയം പ്രതിരോധ ശ്രമമെന്നത് വ്യക്തമാണ്.